പത്തനംതിട്ടയിലെ ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് ഓറഞ്ച് ജാക്കറ്റുകൾ നൽകിയത് വിവാദമാക്കാതെ കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും കോൺഗ്രസും മുസ്ലിം ലീഗും ഭരിക്കുന്ന നഗരസഭയാണ് ഓറഞ്ച് ജാക്കറ്റുകൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സമാനമായ സുരക്ഷാ കിറ്റുകൾ നൽകിയത് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വലിയ വിവാദമാക്കിയിരുന്നു. ഗോകുൽ രമേശ് പത്തനംതിട്ടയിൽ നിന്നും ചേരുകയാണ്. ഗോകുൽ, ഇത് വളരെ വിചിത്രമായൊരു സംഭവമാണ്. കാരണം ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഈ ഓറഞ്ച് കളറിലുള്ള കിറ്റുകളാണ് ഹരിതകർമ്മസേനയ്ക്കൊക്കെ നൽകിയിട്ടുള്ളത്. അതിൽ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും ഇല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവനന്തപുരത്ത് BJPയുടെ ഭരണസമിതി അത് കൊടുത്തപ്പോൾ വലിയ വിവാദം. പത്തനംതിട്ടയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും നൽകുമ്പോൾ ആർക്കും പ്രശ്നമില്ല. അപ്പോൾ ഇതിലെല്ലാം ആരാണ് രാഷ്ട്രീയം കലർത്തുന്നത് എന്ന് വ്യക്തമാണല്ലോ. തീർച്ചയായിട്ടും ഗൗതം, അങ്ങനെ തന്നെയാണ്. അത് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ എതിർപ്പിൻ്റെയും അല്ലെങ്കിൽ കുത്തിത്തിരിപ്പിൻ്റെയും ഒക്കെയുള്ള ഒരു സംഭവവികാസങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത്. അല്ലെങ്കിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ ഉണ്ടാകാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ രീതിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓറഞ്ച് നിറത്തിലുള്ള ജാക്കറ്റുകൾ ഉൾപ്പെടുന്ന സുരക്ഷാ കിറ്റുകൾ കൈമാറിയത് തിരുവനന്തപുരം നഗരസഭയിൽ വലിയ വിവാദമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മാധ്യമങ്ങളടക്കം അതിനെ വിവാദമാക്കാൻ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിനെ തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റുപിടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ BJP കാവ്യവത്കരണത്തിന് ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെയായിരുന്നു ആ സംഭവത്തിൽ വലിയ ആരോപണമുണ്ടായിരുന്നത്. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിൻ്റെ നമസ്തേ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ഈ സുരക്ഷാ കിറ്റുകൾ കൈമാറുന്ന പദ്ധതി നടപ്പാക്കിയത്. ഇപ്പോൾ പത്തനംതിട്ട നഗരസഭയിലും ആ പദ്ധതി നടപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ സമാനമായി തന്നെ ഈ ശുചീകരണ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്ക് ഈ ഓറഞ്ച് നിറത്തിലുള്ള ജാക്കറ്റുകളാണ് പത്തനംതിട്ടയിലടക്കം വിതരണം ചെയ്തിരിക്കുന്നത്. പക്ഷേ പത്തനംതിട്ടയിൽ വിതരണം ചെയ്തപ്പോൾ ഒരു വിവാദവുമില്ല, ഒരു സംസാരവും ഇല്ല, അല്ലെങ്കിൽ അതിനെ കണ്ടതായിട്ട് പോലും മാധ്യമങ്ങളോ ഈ മുമ്പ് പ്രശ്നങ്ങളുണ്ടാക്കിയ രാഷ്ട്രീയക്കാരോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഇത് ഈ രീതിയിൽ ഓറഞ്ച് നിറമെന്ന് പറയുന്നത് ഒരിക്കലും അത് കാവ്യ നിറമല്ല, അത് കാവ്യവത്കരണമല്ല. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ അറ്റൻഷൻ സീക്കിങ്ങിനായിട്ടുള്ള റിഫ്ലക്റ്റിംഗ് കളറായിട്ടൊക്കെയാണ് ഓറഞ്ച് നിറത്തെ ഉപയോഗിക്കുന്നത് എന്ന് പോലും സാമാന്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും അതിനെ മനഃപൂർവ്വമായിട്ട് വിവാദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് തിരുവനന്തപുരത്ത് കണ്ടത്, ഇപ്പോൾ പത്തനംതിട്ടയിൽ കാണാതിരിക്കുന്നതും. എന്തായാലും പത്തനംതിട്ടയിൽ മാത്രമല്ല മറ്റു പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അതുവഴി ഇതേ രീതിയിലുള്ള സുരക്ഷാ കിറ്റുകൾ തന്നെയാണ്, ഓറഞ്ച് നിറത്തിലുള്ള സുരക്ഷാ കിറ്റുകൾ തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളികൾക്ക് കൈമാറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് അവിടെ ഭരണസമിതി BJP ആയതുകൊണ്ട് മാത്രം അവിടെ മനഃപൂർവ്വമായിട്ടൊരു വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അത് ഈ സംഭവത്തിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് തുടർച്ചയായിട്ടും ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു അജണ്ടയായി തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് മാധ്യമങ്ങളും അവിടുത്തെ രാഷ്ട്രീയക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം അവരുടെ അജണ്ടയെ പൊളിക്കുന്നതായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ ഗോകുൽ, വ്യക്തമാണ്. പത്തനംതിട്ട കോർപ്പറേഷന്റെ നഗരസഭയുടെ ഭരണം മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസുമാണ്, UDF ആണ്. അവിടെ ഹരിതകർമ്മസേന കാവി നിറത്തിലുള്ള കിറ്റുകൾ, ജാക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അവിടെ അത് വിവാദമാകുന്നില്ല. എന്നാൽ തലസ്ഥാനത്ത് കോർപ്പറേഷനിൽ തിരുവനന്തപുരത്ത് ആ രീതിയിലുള്ള ജാക്കറ്റുകൾ നൽകിയപ്പോൾ അത് കാവ്യവൽക്കരണമാണ് എന്ന അനാവശ്യമായ വിവാദം ഇവിടെ ചിലർ രൂപപ്പെടുത്തിയെടുത്തു. അതിനൊരു വിഭാഗം മാധ്യമങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഗോകുൽ രമേശാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.